ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് റുട്ടീന്, അതായത് എൻ്റെ ചില ദിവസങ്ങളിൽ എൻ്റെ ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അമ്മ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ എണീറ്റു. പുറത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ മുടിയൊക്കെ ഒന്ന് മേലെ കയറ്റി വെച്ചു. കെട്ടിയതിന് ശേഷം ബ്രഷ് ചെയ്തിട്ട് ഞാൻ കിച്ചണിൽ കയറി കേട്ടോ. അപ്പോൾ തലേ ദിവസം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ട പൊരിക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ക്ലീൻ ചെയ്യാണ്ടാണ് കിടന്നുറങ്ങിയത്. സത്യം പറയാലോ, മടിയായിരുന്നു. നല്ല മഴയായതുകൊണ്ട് തന്നെ ഭയങ്കര മടിയാണല്ലോ എല്ലാവർക്കും. കിടന്നുറങ്ങാൻ തന്നെ തോന്നുന്നു പെട്ടെന്ന്. അപ്പോൾ എണീക്കാനും തോന്നില്ല പകൽ. അപ്പോൾ അതൊരവസ്ഥയാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചു കേട്ടോ. ഇവിടെ എല്ലാവർക്കും രാവിലെ കട്ടൻ ചായയാണ് ഇഷ്ടം. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് മുന്നേ ചിലർ കട്ടൻ ചായ കുടിക്കും. ഇവിടെ അച്ഛനൊക്കെ പതിവാണ്. അപ്പോൾ ഞാനിതാ കട്ടൻ ചായ വെച്ചു. പിന്നെ നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലാണ് നമ്മളിന്ന് പുട്ടുണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. നമുക്കതിൽ പൊടിയും പഞ്ചസാരയൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ വലിയതായിട്ട് കുക്ക് ചെയ്യണ ഒരാളൊന്നുമല്ല, അല്ലാണ്ട് അടുക്കളപ്പണിയും ചെയ്യണ ഒരാളല്ല. പക്ഷെ അമ്മ ഇല്ലാത്ത ദിവസം എല്ലാം ചെയ്യും, അത്രമാത്രം. അപ്പോൾ എനിക്ക് വേണ്ട പഞ്ചസാര ആവശ്യത്തിന് ഇട്ടു. പിന്നെ ചെറുതായിട്ടൊന്ന് കുറച്ച് എന്താ പറയുക പൊടിയാണ് ഇടണുള്ളൂ കേട്ടോ, ചായപ്പൊടി. അധികം നല്ല കറ വരുന്നത് അധികം അത് ഇഷ്ടമല്ല. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ കുക്കറിലിട്ട് നമ്മുടെ ചെറുപയറാണ് എടുക്കുന്നത്. ചെറുപയറൊന്ന് കഴുകിയിട്ട് നമുക്ക് ഈ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇത് നമ്മൾ കുഞ്ഞുമണിക്ക് ഒരു 10 മണി 11 മണിയൊക്കെ ആ സമയത്ത് കഞ്ഞി കൊടുക്കാറുണ്ട്. അപ്പോൾ ആ കുഞ്ഞുമണിക്കും കൂടി കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ അതുകൊണ്ട് ആ ഒരു അളവിനുള്ളത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ ചെറുപയർ വേവിക്കാൻ വേണ്ടി നമുക്ക് ആ കുക്കറിലേക്ക് ഇടാം. അപ്പോൾ നിങ്ങളെന്താ വിചാരിക്കുന്നുണ്ടാവും, നമ്മൾ ആ കുക്കറിൻ്റെ വെയിറ്റ് എന്താ ഇടാത്തതെന്ന്. നമുക്ക് ആ വെയിറ്റിന് വെക്കാണ്ട് തന്നെ നമുക്കതിന് മേലെ പുട്ടുണ്ടാക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ പണികളൊക്കെ കഴിയുന്നത് കൊണ്ടാണ് എങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അജ്മി പുട്ടുപൊടിയാണ് എടുത്തിട്ടത്. ഇതൊരു പ്രൊമോഷനൊന്നുമല്ല കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അജ്മി പുട്ടുപൊടി. അതിട്ട് പുട്ടുണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളോടൊപ്പം അതാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് അത് തന്നെ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കുറേ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ നന്നായിട്ടൊരു പൊടിയാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ഡ്രൈ ആവും. സത്യത്തിൽ ആദ്യം എനിക്കിത് ഉണ്ടാക്കാൻ അറിയണമെന്നില്ല. ഞാൻ കുറേ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ വെള്ളം ഒഴിക്കാണ്ട് കുറച്ചുണ്ടാക്കിയിട്ട് പുട്ട് ശരിയായിരുന്നില്ല. പിന്നെ അത് സ്ഥിരം ഉണ്ടാക്കിയിട്ട് അത് ശീലമായി. ഇപ്പോൾ നന്ന പോലെ ആവി തുടങ്ങി. അപ്പോൾ ഇതിലാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നത്. നമ്മൾ പണ്ടൊക്കെ ചിരട്ട പുട്ടുണ്ടാക്കില്ലേ, അതിൻ്റെ ഒരു സ്റ്റീലിൻ്റെ സാധനം മേടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പണി എളുപ്പത്തിന് ഇതാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു 1.5 കഷ്ണമൊക്കെ കൊടുത്താൽ പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ ചെറുപയറും പെട്ടെന്നൊക്കെ വേവും, കടലയാണെങ്കിൽ അതാവും. അപ്പോൾ തന്നെ നമ്മുടെ ഈ പുട്ടിന് ആവി വന്നു അല്ലേ. അപ്പോൾ തന്നെ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെക്കുകയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ സിങ്കിൽ കുറേ പാത്രം കഴുകുന്നത് ഇഷ്ടമില്ല കേട്ടോ. അതിങ്ങനെ പെട്ടെന്ന് കഴുകിയെടുക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാനിപ്പോൾ ഈ പുട്ടുണ്ടാക്കിയതും ചെറുപയറിൻ്റെയും ഇതിൻ്റെയൊക്കെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തലേ ദിവസത്തെ നമ്മൾ കുറച്ച് ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാണ്. അപ്പോഴേക്കും നമ്മുടെ അമ്മ വരാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നല്ല മടിയാവും. അപ്പോൾ നമ്മുടെ അമ്മ വരുമ്പോൾ പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കാച്ചാൻ വേണ്ടി വെച്ചതിന് ശേഷം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കണമല്ലോ, അതൊരു മെയിൻ ടാസ്ക് തന്നെയാണ്. കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് അവർ കഴിക്കില്ല. പിന്നെ അവർക്ക് കുറേ കാര്യങ്ങളാണ്, അവർ നീറ്റ് വന്നു കഴിഞ്ഞാലുള്ളൊരു വാശിയും കാര്യങ്ങളും. അപ്പോൾ ഇനി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തേക്ക് ഫോൺ കൊടുത്തിട്ടാണ് ഫുഡ് കൊടുക്കാറ്. കുട്ടികൾക്ക് തന്നെ ഫോൺ കൊടുത്തിട്ട് ഫുഡ് കൊടുക്കരുത് കേട്ടോ, അതിനെല്ലാവരും പറയും. പക്ഷേ അത് വല്ലാത്ത ടാസ്ക്കാണ്. പറയേണ്ടവർക്കവിടെ പറഞ്ഞാൽ മതി. കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്തില്ലെങ്കിൽ അവരെ കോലം കണ്ട് ആകെ ക്ഷീണമായി കഴിഞ്ഞാൽ നമ്മളമ്മമാർ വഴക്ക് പറയും എല്ലാവരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പിടിവള്ളി വേണ്ടേ, അവിടെയാണ് ഫോണ്. അപ്പോൾ എനിക്ക് പുട്ടും പഴം പിന്നെ പാൽച്ചായ ഉണ്ടായിരുന്നു. ഒരു 10-11 മണിയായിട്ട് ചായ കുടിക്കാൻ നേരത്തെ. അപ്പോൾ ഞാൻ കുളിച്ച് വന്നിട്ടാണ് ഞാൻ ചായ കുടിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടികളാണ്. ഉച്ചയ്ക്കുള്ള ഒരു കലാപരിപാടിയാണ്, ചോറ് വയ്ക്കുക, കറി വയ്ക്കുക, അങ്ങനത്തെ എല്ലാ തട്ടിക്കൂട്ട് പരിപാടികളാണ് ഇന്നുള്ളതൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ വെച്ചിട്ടുണ്ടെങ്കിൽ. ഇന്നത്തെ അമ്മ ഇല്ലാത്തൊരു ദിവസം. അമ്മ ഉണ്ടെങ്കിൽ ഞാൻ ഈ സമയത്തൊന്നും കിടക്കപ്പായി നീക്കാറില്ല. അപ്പോൾ എനിക്ക് അമ്മ ഉള്ള സമയത്തും ഇതൊന്നും ചെയ്യേണ്ട വരില്ല. അമ്മ എല്ലാം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് അമ്മ പോകാറ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെങ്കിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വരുന്നത് വരെ. ബൈ, ലവ് യു ആൾ.